റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോട്ടയം പാലാ നഗരസഭയിൽ LDF അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത കൌൺസിലർമാർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് UDF. സ്വതന്ത്ര മായ രാഹുലിനെതിരെയും 4 കോൺഗ്രസ് കൌൺസിലർമാർക്കുമെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേസ് ഫയൽ ചെയ്തു. 5 കേസുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫയലിൽ സ്വീകരിച്ചു. K. അഖിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയമ നടപടിയിലേക്ക്, കൂറുമാറ്റ നിയമപ്രകാരം നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മാധു, അപ്രതീക്ഷിത നീക്കവുമായിട്ടാണ് എന്തായാലും UDF രംഗത്തെത്തിയിരിക്കുന്നത്. നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുക, ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും 5 പേർക്കെതിരെയും, അതായത് കൂറുമാറിയ 5 പേർക്കെതിരെയും കേസുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 4 കോൺഗ്രസ് കൌൺസിലർമാർക്കെതിരെയായിരിക്കും പരാതി എന്നാണ് കരുതിയിരുന്നത്. സ്വതന്ത്രമായതുകൊണ്ട് തന്നെ മായക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ്. അതായത് മായ രാഹുൽ UDFന്റെ ഭാഗമായിരുന്നു. അതായത് മായ രാഹുൽ വൈസ് ചെയർപേഴ്സൺ ആയതും UDFന്റെ ചെയർപേഴ്സൺ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ ഈ കൂറുമാരെ, അതായത് കണ്ടത്തേക്ക് അവരുടെ അവിശ്വാസത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയർപേഴ്സൺ അയോഗ്യയാക്കുന്നതിലേക്ക് അത് നയിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ മായ രാഹുലിനെതിരെയും കൂറുമാറ്റ നിരോധന നിയമം നിലനിൽക്കുമെന്നാണ് UDF വാദം. അതുകൊണ്ട് തന്നെ ബിനു പുളിക്കക്കണ്ടമാണ് ഈ വിഷയത്തിൽ വാദിയായിട്ടുള്ള വരുന്നത്. സെബാസ്റ്റ്യൻ പനക്കൽ, മറ്റൊരു കൌൺസിലർ സെബാസ്റ്റ്യൻ പനക്കലാണ് മറ്റു 4 കോൺഗ്രസ് കൌൺസിലർമാർക്കെതിരായിട്ടുള്ള കേസിൽ നിയമ നടപടിക്കായിട്ട് വേണ്ടിയുള്ള വാദിയായി വരികയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 5 കൌൺസിലർമാർക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിൽ അനുകൂലമായ വിധി നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും UDF മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതേസമയം നാളെയാണ് തെരഞ്ഞെടുപ്പുള്ളത്. നാളെ തെരഞ്ഞെടുപ്പിൽ വിമതരുടെ ഭാഗത്തു നിന്നും, അതായത് വിമതർക്ക് വേണ്ടിയിട്ട് മായ രാഹുൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയെ മത്സരിക്കും. UDFന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിലെ കൌൺസിലറായിട്ട് റിയ ചീരാങ്കുഴിയാണ് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വിഭാഗങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളുണ്ട്, മത്സരം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നിലവിൽ വിമത കൌൺസിലർമാർക്ക് ഒപ്പമുള്ളത് 4 പേരാണ്. ഒപ്പം തന്നെ LDFന് 12 വരുമ്പോൾ അനായാസം ഒരു വിജയം മായക്കുണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ സാഹചര്യത്തിൽ തൊട്ട് തലേ ദിവസം ഒരു പരാതി അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേസ് ഫയൽ ചെയ്തതോടുകൂടി തന്നെ ആരെങ്കിലും ഒക്കെ മറുകണ്ഠത്തിൽ നിന്ന് ആരെങ്കിലും ഈ ചേരിയിലേക്ക് വിമത കൌൺസിലർമാരൊന്നും വരുമോ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ വിമത കൌൺസിലർമാർക്കൊപ്പം ഉണ്ടായിരുന്ന ലിസിക്കുട്ടി ഈ ഇപ്പുറത്തെ ഭാഗത്തേക്ക്, മറുവശത്തേക്ക് വന്നിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷ ഇപ്പോഴും UDF ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നാളെ 11 മണിയോട് കൂടി തന്നെ ആരായിരിക്കും പാലയുടെ പുതിയ ചെയർപേഴ്സൺ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്നാൽ ഇപ്പോൾ ഈ കൂറുമാറ്റം അല്ലെങ്കിൽ LDFന്റെ അവിശ്വാസത്തെ പിന്തുണച്ച 5 UDF കൌൺസിലർമാർക്കെതിരെയും നിയമ നടപടിയെ മുന്നോട്ട് പോവുകയാണ് UDF. അഖിൽ K ആണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 5 ഹർജികളും ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു.